എറണാകുളത്തെ സെൻറ്റ് തെരേസസ് കോളേജിൽ നടന്നിട്ടുള്ള ഒരു കൊറിയൻ കാർണിവൽ. കൊറിയൻ സംസ്കാരങ്ങളും നിറങ്ങളും രുചികളും നിറഞ്ഞ ഒരു മനോഹരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു കേട്ടോ അത്. ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് രജിസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതലും ടീനേജേഴ്സും കോളേജിൽ പഠിക്കുന്നവരൊക്കെ ആയിട്ടുള്ളതാണ്. അവർക്കാണല്ലോ കൊറിയൻ കൂടുതലും ഇഷ്ടം. കൂടാതെ ഞാൻ അവിടെ ചെന്നപ്പം ആദ്യമായിട്ട് ഡാൽഗോണ കോഫി ട്രൈ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കൊറിയൻ ഡ്രിങ്കാണ്. 2019-20 സമയത്തൊക്കെ നമ്മുടെ കോവിഡിൻ്റെ ടൈമിൽ വൈറലായിട്ടുള്ള ഒരു ഡ്രിങ്ക് കൂടിയായിരുന്നു കേട്ടോ. ഈ ചൂടുള്ള സമയത്ത് നമുക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഡ്രിങ്ക്. കൂടാതെ ഇവിടെ കുറേയധികം ഗെയിംസ് ഉണ്ടായിരുന്നു, ആർട്ട് വർക്കുകൾ ഉണ്ടായിരുന്നു, ഫോട്ടോ ബൂത്ത് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പോരാതെ കുറേ കൊറിയൻ രുചികൾ വിളമ്പുന്ന കുറേയധികം സ്റ്റോളുകളും അവിടെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെ അവിടെ ഉണ്ടായിരുന്നു. സാധാരണ എൻ്റെ ഏജിലുള്ളവർക്കൊക്കെ എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതൊരു സാറ്റർഡേ ആണ് നടന്നതുകൊണ്ട് തന്നെ ഒരുപാട് പിള്ളേർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി. അവരുടെ പേരൻസൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ കൊറിയൻ ബാൻഡിലുള്ളവരുടെ കുറേയധികം മോക്കുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അവയോടൊപ്പം ഫോട്ടോസ് എടുത്തു. കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു, അതിലൊക്കെ അവർ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ കാർണിവലിൻ്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ടായിരുന്നു ഒരു ലൈവ് ബാൻഡ് പെർഫോമൻസ്. അതോടൊപ്പം തന്നെ സെൻറ്റ് തെരേസസ് കോളേജിലുള്ള കുട്ടികളുടെ ഒരു ഫാഷൻ ഷോയും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. വളരെ രസകരമായിട്ട് അവരതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഇതിൻ്റെ ഒപ്പം ചേർക്കുന്നു. കാർണിവലിലെ ലൈവ് ബാൻഡ് പെർഫോമൻസ് കേരളത്തിലെ കലാകാരന്മാരായിരുന്നുവെങ്കിലും അവർ കൊറിയൻ സോങ്ങുകളായിരുന്നു പാടിയിട്ടുള്ളത്. ശരിക്കും എന്നെ സർപ്രൈസ് ചെയ്തിട്ടുള്ളൊരു കാര്യം അതായിരുന്നു കേട്ടോ. ഒരിക്കലും അതൊരു മലയാളികളാണ് ചെയ്തിട്ടുള്ളത്, മലയാളികളാണ് അതിൻ്റെ അകത്ത് പാട്ട് പാടിയിട്ടുള്ളത് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കുറേയധികം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇപ്പം നിങ്ങളീ കാണുന്നത് ആ ബാൻഡിൻ്റെ പെർഫോമൻസ് അല്ല കേട്ടോ, ഇത് വേറെ ബാൻഡിൻ്റെ പെർഫോമൻസ് ആയിരുന്നു. അതിന് ശേഷമായിരുന്നു കേട്ടോ. ഈ കാണുന്നതൊക്കെയും കൊറിയൻ ബാൻഡിൻ്റെ പെർഫോമൻസ് ആയിരുന്നു. ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്കിപ്പ് ചെയ്ത് പോയിട്ടുള്ളൊരു പാട്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം കണ്ടു കഴിഞ്ഞപ്പം എനിക്കും ഇത് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.